രാജ്യത്ത് മൂന്നാം തവണയും അധികാരത്തിലെത്തി ശക്തമായി മുന്നോട്ടു പോവുകയാണ് ബി. പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അടുത്ത ദേശീയ അധ്യക്ഷൻ ആരാവുമെന്ന ചർച്ചയാണ് ഇപ്പോൾ പാർട്ടിയിൽ സജീവമായി നടക്കുന്നത്. നിലവിലെ അധ്യക്ഷൻ JP നദ്ദയുടെ കാലാവധി അവസാനിച്ചിട്ട് നാളുകളേറെയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് JP നദ്ദയ്ക്ക് കാലാവധി നീട്ടി നൽകിയത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഥമമായി വനിതകളെ പരിഗണിക്കുന്നു എന്നാണ്. അതായത് JP നദ്ദയ്ക്ക് പിൻഗാമിയായി BJP കണ്ടെത്തുന്നത് ഒരു വനിതയാകാനുള്ള സാധ്യതയാണ്. അങ്ങനെ വനിതയെ BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ അത് ചരിത്രമാകും. BJP അധ്യക്ഷൻ എന്ന നിലയിൽ JP നദ്ദയുടെ കാലാവധി 2023 ജനുവരിയിൽ അവസാനിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ അദ്ദേഹത്തിന്റെ കാലാവധി 2024 ജൂൺ വരെ നീട്ടി നൽകുകയായിരുന്നു. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും പകരക്കാരനെ നിശ്ചയിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് 3 വനിതകളെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന സൂചന ലഭിക്കുന്നത്. നിർമ്മല സീതാരാമൻ, വനതി ശ്രീനിവാസൻ, D പുരന്ദരേശ്വരി തുടങ്ങിയ നേതാക്കളെയാണ് പ്രധാനമായും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ഇതിൽ ആരാകും BJPയുടെ ദേശീയ അധ്യക്ഷനായി എത്തുക എന്നതിൽ തീരുമാനമായിട്ടില്ല. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ, ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരുമായി പാർട്ടി ആസ്ഥാനത്ത് അടുത്തിടെ ഉന്നതതല യോഗം നടത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കൂട്ടത്തിൽ കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത്. നിർമ്മലയുടെ സ്വീകാര്യതയും അനുഭവ സമ്പത്തും നേതൃപാടവവും അവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നതിന് കാരണമാണ്. രാജ്യത്തിന്റെ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ സ്വീകാര്യത നേടിയിട്ടുണ്ട്. നിർമ്മല അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നാൽ അതുവഴി ദക്ഷിണേന്ത്യയിൽ BJPക്ക് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ അത് സഹായകമാകും. അടുത്ത മണ്ഡല അതിർത്തി നിർണയത്തിന് ശേഷം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ലോക്സഭയിലെ സ്ത്രീകളുടെ 33% സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള പാർട്ടിയുടെ പ്രതിബദ്ധതയെ ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുമെന്നും വിലയിരുത്തലുണ്ട്. കൂടാതെ BJPയുടെ ആന്ധ്രാപ്രദേശ് മുൻ സംസ്ഥാന പ്രസിഡന്റ് D പുരന്ദരേശ്വരിയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റൊരു വനിത. ബഹുഭാഷ നേതാവായ പുരന്ദരേശ്വരിക്ക് രാഷ്ട്രീയ മേഖലകളിലെല്ലാം മികച്ച ട്രാക്ക് റെക്കോർഡുണ്ട്. കൂടാതെ ദക്ഷിണേന്ത്യയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള പാർട്ടിയുടെ നീക്കങ്ങൾക്ക് ഇവരുടെ വരവും ഗുണകരമാവുമെന്നാണ് വിലയിരുത്തൽ. തമിഴ്നാട്ടിൽ നിന്നുള്ള വനതി ശ്രീനിവാസനെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. അവർ നിലവിൽ സംസ്ഥാന നിയമസഭയിൽ കോയമ്പത്തൂർ സൗത്തിനെ പ്രതിനിധീകരിക്കുന്നു. 1993 BJPയിൽ ചേർന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, തമിഴ്നാട് വൈസ് പ്രസിഡന്റ് തുടങ്ങി നിരവധി സുപ്രധാന പദവികൾ അവർ വഹിച്ചിട്ടുണ്ട്. ഈ 3 പേരിൽ ആരെ പരിഗണിച്ചാലും അത് BJPക്ക് വലിയ തോതിൽ ഗുണകരമാകും. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ നടത്തിയ സമാനതകളില്ലാത്ത പ്രതിരോധം രാജ്യത്തൊട്ടാകെ BJPയുടെ പ്രൗഢി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ സ്ഥാനത്തേക്ക് ഒരു വനിത കടന്നു വരുന്നതോടെ BJPയുടെ മുഖം കൂടുതൽ ശോഭിതമാകും. അത് ദക്ഷിണേന്ത്യയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അടക്കം സ്വാധീനിക്കുകയും ചെയ്യും. കേരളത്തിൽ ഉൾപ്പെടെ വലിയ വിജയം പ്രതീക്ഷിക്കുന്ന BJPക്ക് ഈ നീക്കം ഗുണകരമാകും.